Hello guys, welcome back to Star Live Tech. Xiaomiയുടെ 10th ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഷവോമിയിൽ നിന്ന് 2-3 സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷവോമിയുടെ Redmi K30 Ultra എന്ന സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ Mi 10 Ultra എന്ന സ്മാർട്ട് ഫോണും പിന്നെ നമ്മുടെ Redmi Note 8 Pro എന്ന ഡിവൈസിന്റെ ഒരു പുതിയ കളർ വേരിയന്റ് കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. ബാക്കി രണ്ട് സ്മാർട്ട് ഫോണുകളും ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഷവോമിയുടെ Mi 10 Ultra എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു കംപ്ലീറ്റ് സ്പെക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടിയാണ് ഈ സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡിവൈസിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് റെസൊല്യൂഷനിൽ വരുന്ന ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിവൈസിൽ ഒരു പഞ്ച് ഹോൾ കട്ട് അവൈലബിൾ ആണ്. ഏകദേശം 89.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. 1080x2340 പിക്സൽസ് ആണ് ഈ ഡിവൈസിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 386 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈ ഡിവൈസിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്മൂത്ത് പെർഫോമൻസ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം HDR10+ സപ്പോർട്ടും അവൈലബിൾ ആണ്. അതോടൊപ്പം 800 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഈ ഡിവൈസിൽ വരുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിവൈസിൽ ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. റിയർ സൈഡിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 6 സപ്പോർട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഡിവൈസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് കുറച്ച് ഹെവി ആണ്. ഏകദേശം 222 ഗ്രാംസ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഓവറോൾ ബോഡി വെയിറ്റ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 865 എന്ന ഒക്ടാ-കോർ പ്രോസസറാണ് ഈ ഡിവൈസിൽ വരുന്നത്. LPDDR5 റാം ആണ് ഈ ഡിവൈസിൽ വരുന്നത്. GPU നോക്കുകയാണെന്നുണ്ടെങ്കിൽ ADRENO 650 ആണ് വരുന്നത്. Android 10 ബേസിലാണ് ഈ സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ഷവോമിയുടെ ലേറ്റസ്റ്റ് UI ആയ MIUI 12 ആണ് ഈ ഡിവൈസിന്റെ യൂസർ ഇന്റർഫേസ് വരുന്നത്. ഈ ഒരു ഡിവൈസ് നമുക്ക് ടോട്ടലി 4 വേരിയൻസിലാണ് വരുന്നത്. ബേസ് വേരിയന്റ് വരുന്നത് 8GB റാം ആൻഡ് 120GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. പിന്നെ നമുക്ക് 8GB 256GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന വേരിയന്റും അതോടൊപ്പം 12GB റാം ആൻഡ് 256GB ഇന്റേണൽ സ്റ്റോറേജും ആൻഡ് ടോപ്പ് വേരിയന്റ് വരുന്നത് 12GB റാം ആൻഡ് 512GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഡിവൈസിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ വരുന്നത്. പ്രൈമറി സെൻസർ 48 മെഗാപിക്സൽ ആണ്. f1.9 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായി നമുക്കൊരു 48 മെഗാപിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 5x വരെ ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമതായി ഒരു 12 മെഗാപിക്സലിന്റെ ഒരു സെപ്പറേറ്റ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേറെ ഒരു 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 20 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് കൂടി വരുന്നുണ്ട്. അതിൽ നമുക്ക് 128 ഡിഗ്രി വരെ ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. ടോട്ടലി നമുക്ക് ഈ ഡിവൈസിന്റെ ക്യാമറയിൽ 120x ഹൈബ്രിഡ് സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് 8K വീഡിയോസ് 24 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം 4K വീഡിയോസ് 30 and 60 FPS ഷൂട്ട് ചെയ്യാനും സാധിക്കും. ഫ്രണ്ട് സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഒരു 20 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഈ ഡിവൈസിൽ വരുന്നത്. f2.3 ആണ് അപ്പർച്ചർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പഞ്ച് ഹോൾ കട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 4500 mAh ഒരു ബാറ്ററിയാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈ ഡിവൈസിൽ 120 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4500 mAh ഒരു ബാറ്ററി ഏകദേശം 100% ചാർജ് ചെയ്യാൻ ഏകദേശം 23 മിനിറ്റ്സ് ആണ് ഈ സ്മാർട്ട് ഫോൺ എടുക്കുന്നത്. അതോടൊപ്പം 50 വാട്ട്സിന്റെ ഒരു വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വയർലെസ് ചാർജിങ് ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാൻ ഏകദേശം 40 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അതോടൊപ്പം ഒരു 10 വാട്ട്സിന്റെ ഒരു റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഡിവൈസിൽ വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ഒരു ഡിവൈസിൽ അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. ഒബ്സിഡിയൻ ബ്ലാക്ക്, മെർക്കുറി സിൽവർ, അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറന്റ് എഡിഷൻ എന്നീ 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിൽ VC ലിക്വിഡ് കൂളിംഗ്, അതുപോലെ തന്നെ മൾട്ടി ലെയർ ഗ്രാഫൈറ്റ്, തെർമൽ സെൻസർ അറേ, ഗ്രാഫീൻ എന്നീ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഷവോമിയുടെ Mi 10 Ultra എന്ന സ്മാർട്ട് ഫോണിന്റെ ഫീച്ചേഴ്സ്. ഷവോമിയുടെ Mi 10 എന്ന സ്മാർട്ട് ഫോൺ മാത്രമേ ഇപ്പോൾ ഒഫീഷ്യലി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. Mi 10 Proയും അതുപോലെ തന്നെ Mi 10 Ultrയും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് ഇന്നലെയാണ് ഒഫീഷ്യലി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡിവൈസിന്റെ ബേസ് വേരിയന്റ് ആയ 8GB 120GB സ്റ്റോറേജിന്
ചൈനയിൽ പ്രൈസ് വരുന്നത് ഏകദേശം 5299 യുവാൻ ആണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 57,000 രൂപയായിരിക്കും ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഷവോമിയുടെ Mi 10 Ultra എന്ന സ്മാർട്ട് ഫോണിന്റെ ഫീച്ചേഴ്സ്. ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ് Mi 10 Ultra. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ എടുത്തു പറയേണ്ട രണ്ട് ഫീച്ചർ എന്ന് പറയുന്നത് 120x ഹൈബ്രിഡ് സൂം, അതുപോലെ തന്നെ 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.